ആ പിന്നെ ഞാൻ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അല്ല, ഇൻകം ടാക്സിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ അല്ല ഇഡിക്ക് ഞാൻ എന്തിനാ കൊടുക്കണത്? അവരിത് കേട്ടാൽ തന്നെ എടുത്തോളും. നമ്മൾ പ്രത്യേകം വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനല്ല, ഇഡിയിൽ പിന്നെ പോകാത്തത് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതുകൊണ്ട് പോലെ പീഡിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു എന്ന് വേണ്ട. BJP അല്ലേ ഇപ്പോൾ ഭരിക്കണത്. മുസ്ലിം ലീഗിൻ്റെ പിന്നെ യുവജന വിഭാഗത്തിൻ്റെ സെക്രട്ടറി അല്ലേ. അപ്പോൾ അത് ഇനി എന്തെങ്കിലും ആവും എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുക്കണ്ട. അല്ല, അതൊക്കെ ഇപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങളെ പിന്നെ ചോദ്യം ചെയ്തില്ലേ ED? 2 ദിവസം ചോദ്യം ചെയ്തില്ലേ? അതിന് 10-12 കോടി റുപ്യ ഫൈൻ അടച്ചങ്ങാണ്ട് ഒഴിവാകും ചെയ്തു. അത്ര മതി, പൈസ അടച്ചാൽ മതി. അങ്ങനല്ല, യൂത്ത് ലീഗിൽ ഓൻ മാത്രമല്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇസ്മായിൽ മൂത്തേടത്തിൻ്റെ സ്വന്തം ആളാണ് കരുവാരകുണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എത്ര ദൂരം വരണം ഈ തിരൂർക്ക്? ജനറൽ സെക്രട്ടറി യൂത്ത് ലീഗിൻ്റെ TP ഹാരിസിൻ്റെ അനുയായികൾ വന്നിട്ടുണ്ട്. മക്കരപ്പറമ്പിലെ മൂപ്പര് തവനൂരാണ്. ഒന്ന് അവിടെ പോയി മൂപ്പരും കണ്ടിട്ട് പോകായിരുന്നു. ഓൻ്റെ സ്വന്തം ആളാണ്. ഫിറോസിൻ്റെ വളരെ അടുത്ത ആളാണ് TP ഹാരിസ്. വന്ന നിലക്ക്, തിരൂര് വന്ന നിലക്ക് തവനൂർ ജയിലിൽ പോയിട്ട് ഹാരിസിനെയും കൂടി കണ്ടുപോകാമായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ യഥാർത്ഥത്തിൽ മൂപ്പര് ഇവിടെ തിരൂരിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഏതായാലും വരുന്നുണ്ടല്ലോ, ഓൻ്റെ വളരെ അടുത്ത അനുയായിയാണ് ഹാരിസ് തവനൂർ ജയിലിലുണ്ട്. 50 കോടി മുക്കിയിട്ടാണ് അവിടെ ജയിലിലിട്ടിക്കുന്നത്, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ല. അപ്പം അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് കാണാൻ വേണ്ടി പറഞ്ഞോണ്ടിന്ന് ഞാൻ പറഞ്ഞു. അല്ലാഹു അഅലം. എന്താ ഇപ്പം സംഭവിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റൂല. പിന്നല്ലാതെ ലീഗുകാർ പറയാതെ അതൊക്കെ കൂടി എനിക്ക് എങ്ങനെ കിട്ടുക? അത് ശരി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും ഇവനെ പിന്തുണക്കാൻ വേണ്ടി വരുന്ന ലീഗിന്റെ നേതാക്കന്മാരൊന്ന് ഓർത്ത് വരിക. അല്ല, അവനാന്റെ തടി നോക്കിയിട്ട് വേണം സംരക്ഷണം ഒരുക്കാൻ. തടി കാത്തിട്ട് മുണ്ടിയാൽ മതി. അത് ഞാൻ അപ്പം തന്നെ പറയണം. അവനാന്റെ തടി കാത്ത് മുണ്ടിയാൽ മതി. ഞാനത് പറഞ്ഞതുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ, ഡൽഹിയിൽ ആസ്ഥാന മന്ദിരം ഞാനത് പറഞ്ഞതുകൊണ്ട് അത്രയും പൈസ അവിടെ ചെലവാക്കി. ഞാൻ ആ പ്രശ്നം ഉയർത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ 4 കാലുമ്മ പച്ചയും ചുവപ്പും പെയിന്റും അടിച്ചുങ്ങാണ്ട് പോലും 4 മറ്റേ ഇതും വെച്ചുങ്ങാണ്ട് പിന്നെ കട്ടയും വെച്ചുങ്ങാണ്ട് അവിടെ ഉദ്ഘാടനം ചെയ്യുമായിരുന്നു. അത് ഇപ്പോൾ അങ്ങനെ ഫർണിഷ് ചെയ്ത ഒരു സ്ഥാപനമാക്കി മാറ്റിയത് ചോദിച്ചല്ലോ ഞാൻ. ഇനിയിപ്പോ അല്ല, പഴയ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ ഗുജറാത്ത് ഫണ്ട് അവർ ചെയ്തത് എന്താന്നുള്ളത്. 2 കൊല്ലാണ് പിരിച്ചിട്ട് ഒന്നും ചെയ്യാതെ വെച്ചത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് കമ്മിറ്റിയിൽ. അപ്പോഴാണ് അത് വിനിയോഗിക്കാൻ നടപടി ഉണ്ടായത്. ഡൽഹി ഓഫീസ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള രേഖകളൊക്കെ ദിവസങ്ങളെടുത്ത് പരിശോധിച്ചല്ലോ. ഇപ്പം അവിടെ ചെലവാക്കിയ രൂപത്തിൽ ചെലവാക്കാനുള്ള ഒരു സാഹചര്യം സത്യത്തിൽ ഒരുങ്ങിയത് അതുകൊണ്ടാണ്. വയനാട്ടിലും അങ്ങനെ തന്നെയാണ്. പണിപ്പം ഞാൻ പറഞ്ഞതിന് മുമ്പ് പണി തുടങ്ങിയോ? ഞാൻ എന്നാണിത് പറഞ്ഞത്? ഈ ദുരന്തം നടന്ന് ലീഗ് പണം പിരിച്ചതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലല്ലോ ഞാൻ പറഞ്ഞത്, 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാനത് പറഞ്ഞോട് കൂടിയിട്ടും കിട്ട് അതിനൊക്കെ കൂടി ഒരു ആവേശം കെട്ട് വന്നു പോലെ അവിടെ രണ്ടാമതും തറക്കല്ലിട്ടു. ആദ്യം ഒന്ന് തറക്കല്ലിട്ടിരുന്നു, ഒരു തറക്കല്ലിടൽ തങ്ങൾ ഇട്ടിരുന്നു, ശിലാസ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ. രണ്ടാമതും തറക്കല്ലിട്ടു. ഞാൻ ആ ഒറ്റ പറഞ്ഞ ഏതുവാണത് രണ്ടാമത്തെ തറക്കല്ല്? അല്ല, നടക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താണ് നടക്കാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് നടക്കാൻ വേണ്ടി പോണില്ല, നമുക്ക് നോക്കുക. തോട്ടഭൂമിയാണ്, അല്ല തോട്ടഭൂമിയാണ്, നിർമ്മാണം നടക്കൂല എന്ന് തന്നെയാണ്. നമുക്ക് നോക്കുക എത്ര എണ്ണത്തിനാണ് ഇപ്പൊ അവർ അനുമതി എടുത്തിക്കണത്. തോട്ടഭൂമി അല്ലാത്ത കുറച്ച് ഭൂമി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
തോട്ടഭൂമി അല്ലാത്ത കുറച്ച് ഭൂമി ഉണ്ട്, അതിൽ 7-7.5 ഏക്കറോളം നിർമ്മാണാനുമതി ഇല്ലാത്തതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഏതിലാണ് ഇവർ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുക. 100 വീട് ഉയർന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ ഇപ്പത്തെ ഈ വമ്പൊന്നും കരുതിയിട്ട് നമ്മൾ 100% വിശ്വസിക്കണ്ട.